ഹലോ ഗായ്സ്, ഞാനാണ് ഉസി. എല്ലാവർക്കും വേണ്ടി എന്റെ ഒരു പുതിയൊരു പഴംപൊരി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ആർക്കൊക്കെ പഴംപൊരി വേണ്ടോ അവരൊക്കെ കമന്റ് ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തോ. എനിക്കൊരു പഴംപൊരി. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുവാണ് വീണ്ടും പുതിയൊരു പഴംപൊരി ലെറ്റ്സ് പ്ലേ പഴംപൊരി എപ്പിസോഡുമായിട്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതാണ് മോനസ് കഴുത. മര്യാദക്ക് പറയണ എന്നിട്ട് നീ പറയുന്നത് ഇന്നത്തെ എന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മൈൻക്രാഫ്റ്റ് പഴംപൊരി സർവറിന്റെ സീസൺ 1 എപ്പിസോഡ് 1 അല്ല 2 എപ്പിസോഡ് 2ലേക്ക് ഈ മച്ചന്മാർക്ക് സ്വാഗതം. അപ്പൊ അറിയേണ്ട തെറ്റിട്ട് ക്ഷമിക്കുന്നത്. അപ്പൊ ഇന്ന് എന്താ പരിപാടി വെച്ച് ഇന്ന് ഒരു പരിപാടി ചെയ്താലും പരിപാടി ഇന്ന് ഞങ്ങളുടെ പരിപാടി മോനസിനെ പിടിച്ച് തല്ലുക. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ മോൾസ് ഗെയിമർ എല്ലാം ലൂട്ട് കൂടി കളഞ്ഞു. ലൂട്ട് കൊണ്ടേ കളഞ്ഞു, പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം ഗൈസ്. വേറൊന്നുമില്ല ഗൈസ്, എന്തായാലും ഈ വീഡിയോ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. നമുക്ക് അവിടെ പോയി ലൂട്ട് ചെയ്യാലോ. അത് തന്നെ ഗൈസ് ഇന്നത്തെ ഗോള്. ഞങ്ങളൊരു ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ച പില്ലേജർ ഔട്ട് പോസ്റ്റ്. 3 അടി അവന് ഇതെന്തോ കൃഷി നശിപ്പിച്ചു. എടാ ഒന്നാമത് കൺട്രോൾ ഒന്നും അറിയില്ലടാ. കൃഷി നശിപ്പിച്ചിട്ട് കൺട്രോൾ അറിയില്ലാന്നോ? കൺട്രോൾ എല്ലാം ഹൈഡാക്കി വെച്ചിരിക്കുക. എവിടെയാണാവോ ഇൻവെന്ററി? ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ പരിപാടി എനിക്ക് മനസ്സിലായത്. വേറൊന്നുമല്ല, ഞങ്ങൾ സർവറിലേക്ക് കയറി നോക്കിയപ്പോൾ ഞങ്ങൾ വില്ലേജ് ഔട്ട് പോസ്റ്റ് ഞങ്ങൾ ഈ ബേസിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മല അവിടെ ആയിട്ട് ഉണ്ട്. അപ്പൊ ഇത് അവിടെ പോയി ഫൈറ്റ് ചെയ്ത് ലൂട്ടണം. അതാണ് ഇന്നത്തെ പരിപാടി. ബൈ ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ ഷെയർ ഇട്ട് കളിക്കാം. പറഞ്ഞ അത് ഷെയർ ഇടാൻ നമ്മുടെ മോൾസി ഗെയിമിൽ ഷെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം മോനിസ് ഫോൺ വിളിച്ചു പറയും, എന്റെ ഫോണിൽ ഷെയർ ഇട്ടടാ, ഇതേ ഫോണിൽ കത്തുന്നു, എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറയാടാ ഫോണിൽ ഇത്തിരി വെള്ളം ഒഴിക്കാൻ. മോനിസ് നേരെ പെട്രോൾ ഒഴിക്കും. കഥയിൽ നിർത്തുക. ഞാൻ പറയട്ടെ, മൈൻക്രാഫ്റ്റിന്റെ പ്യൂർ ബ്യൂട്ടി, പ്യൂർ ഹാപ്പിനെസ് അറിയണമെങ്കിൽ ചെയ്തിട്ട് ഇതാ കളിക്കണം. സുഖി പറയില്ല പണ്ട്. അഥവാ ഷെയർ ഇടാൻ അറിയാത്തോണ്ടല്ല, ഫോൺ സപ്പോർട്ട് ചെയ്യാത്തോണ്ട് കൊണ്ടുവന്നല്ലേ. ഇപ്പൊ എനിക്കൊരു PC ആണെങ്കിലും ഞാൻ ഡിസ്പ്ലേ ബേസ് ഉണ്ടാക്കുവാണെങ്കിൽ മാത്രം ഷെയർ ഇടും. ഇപ്പൊ മോൻസ് ഇങ്ങനെ പറയുവേ, ഭാവിയിലൊരു നല്ല ഫോൺ എടുത്ത് കഴിയുമ്പോ ഷെയർ ഇടുവേ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ബേസോ അല്ലെങ്കിൽ ഒരു കൊട്ടാരം അതിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രം 2 സെക്കൻഡ് ഷെയ്ഡ് ഇട്ട് കാണിക്കും ഒരു PC കിട്ടിയാല്. ഞാൻ എപ്പോഴും എന്റെ ഗെയിം പ്ലേ ഈ ഒരു നോർമൽ മൈൻക്രാഫ്റ്റിലെ വാനില മൈൻക്രാഫ്റ്റ്. അല്ലാതെ ഫോൺ സപ്പോർട്ട് ആവാത്തോണ്ടൊന്നും അല്ല കേട്ടാ. സപ്പോർട്ട് ആയാലും ഞാൻ ഇടില്ല. അതാണ് എന്റെ എന്താ പേര്, എന്തോ കുറച്ചു ദിവസം മുമ്പ് ഒരുത്തന്നെ എടുത്തൊന്ന് കൊഞ്ചുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഷെയർ ഇടാൻ പറ്റിയ ഒരു നല്ല ഫോൺ എനിക്ക് പറഞ്ഞു തരാനെന്ന് പറഞ്ഞു. അത് എന്റെ ബേസൊക്കെ നോക്കാൻ ചെയ്തിട്ട്. എന്നാ പിന്നെ നിന്റെ ആ കൊള്ളാത്ത ഫോൺ ചെയ്താലും പോരെ, 2 സെക്കൻഡ് പോരെ. നിന്റെ ബേസ് അത്യാവശ്യം ഷെയർ ഇട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ഷെയറിലൊക്കെ ഫോക്കസ് അല്ല, ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ഗെയിം പ്ലേയിലാണ്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഔട്ട് പോസ്റ്റ്, വില്ലേജർ ഔട്ട് പോസ്റ്റ്. പിന്നെ ഫൈറ്റ് തുടങ്ങുമല്ലോ MC. റീപ്ലേ മോഡിലാണോ ഫൈറ്റ് ട്രൈ ചെയ്യണേ? അത് തന്നെ, റീപ്ലേ മോഡ് പ്ലസ് ഫൈറ്റ് ഗൈസ്. റീപ്ലേ മോഡ്, ലെറ്റ്സ് ഗോ. കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റിൽ എന്തുണ്ട്? 2 ഉണ്ടയുണ്ട്.
വലിയായിട്ടൊന്നും ഇല്ല. ക്രോസ് ബോ കിട്ടി, പിന്നെ അയും കിട്ടി, കുറച്ച് വീറ്റും വുഡും സ്ട്രിങ് ഒക്കെ ഉണ്ട്. നൈസ് 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 നൈസ്. ഡേയ് ഡേയ് എന്താ ചുമ്മാ ഇറ. നിക്ക് നിക്ക് നിക്ക്. 2,000 years later. അടി 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 അടി. ജീവിതത്തിൽ നിന്ന് തന്നെ പോവും. ഒഴിഞ്ഞു പോ ഷെയ്ത്താനെ. ഓ കാണിച്ചടാ. അയ്യോ കാണിച്ചടാ. ഞാൻ കറക്റ്റ് ആയിട്ട് MLG ചെയ്തടാ. MLG. പിന്നെ ഞാൻ MLG ചെയ്തില്ല. ജ്യൂസ് പോലത്തെ സാധനം കിട്ടിയോ? എനിക്കത് നേരത്തെ ഒരെണ്ണം കിട്ടിയുള്ളൂ. ആ ജ്യൂസ് പോലത്തെ സാധനം കിട്ടിയോ? എനിക്ക് കിട്ടി. 2 ഓൾറെഡി ഉണ്ട്. 3 അപ്പൊ എന്റെ കൂടെ ചേർത്ത് 4 സെറ്റ്. അപ്പൊ 4 ടോട്ടം സെറ്റ്. ടോട്ടൊക്കെ നമ്മളിങ്ങനെ വാരി എറിയും സ്റ്റാക്ക് കണക്കിന്. നമുക്കിവിടുന്ന് പോയി. നമുക്കിവിടെ കൊണ്ട് ഒരു കാര്യമില്ല. വരൂ 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 വരൂ. ഇനിമാരോട് സ്പോണാവോ? ഇനിമാരോട് സ്പോണാവോ? സ്പോണായിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ ഈ സ്ഥലം അങ്ങനെ ചുമ്മാ സ്പോണായിക്കൊണ്ടിരിക്കും. പക്ഷെ ഫുഡ് മാനേജർ അല്ലേ അങ്ങനെ സ്പോണാവുന്നത്? ഇവിടെ സ്പോണാവും. ബട്ട് നമുക്കിനി എപ്പോ ഹോമിനെ സ്പോട്ടിൽ ഇരുന്നാലും ഇവിടെ നിന്ന് എടുക്കാൻ കഴിയും. നമുക്ക് ഫ്യൂച്ചറിൽ ഫാർമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മള് കൊണ്ടുവരും കൈസ് അല്ല പിന്നെ. അത് തന്നെ മോൾ സ്പോട്ടിനെ കൂടെ കാണും അതിന്റെ അകത്ത്. ഈ ഇടക്ക് ഗെയിമിലത് കുറെ പൊട്ടന്മാര് കൂടുവാണ്. അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ സൊല്യൂഷൻ ഇപ്പൊ തരാം. ഞാൻ ബാക്കിൽ ആ സൊല്യൂഷൻ വരുന്നുണ്ട്. അയ്യോ എടാ മൂർച്ച പറയുന്ന നീ ഭയങ്കര ബുദ്ധിമാനാന്ന്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാം നീ ഭയങ്കര ബുദ്ധിമാനാന്ന്. ആണാ? എടാ ബുദ്ധിമാന നമ്മുടെ വീട് എവിടെയായിരുന്നടാ ഒന്ന് പറഞ്ഞേ. കള്ളപ്പട്ടി നിന്റെ പിന്നാലെ വന്ന് ഈ പൊട്ടൊരു വിവരമില്ല ഗൈസ്. ഞാൻ വീടിന്റെ വഴി മറന്നുപോയി. ഇവനെ പിന്നാലെ ഫോളോ ചെയ്ത് വരണ്ടായിരുന്നു. ഇവൻ ഒറ്റയ്ക്കും വന്നാ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ ആ ബോധം ഉണ്ടായിരുന്നു. ഇവന്റെ പിന്നാലെ എന്നിട്ട് ആ ബോധവും പോയി. വരി കൂട്ടുകാരി ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് പോയാൽ ഇതേപോലെ കറങ്ങി നടക്കാം. കുഴപ്പമില്ല. അവന്റെ ഔട്ട് പോസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അവിടെ നമുക്കിങ്ങനെ നോക്കി നടന്ന് നടന്ന് നോക്കാം. എടാ സ്ഥലം പറഞ്ഞ പട്ടി. അതാ ചോദിച്ചെവിടെയാണ്. എന്റെ അയ്യോ ഇന്നത്തെ വീടിന്റെ കണ്ടന്റ് ആയിട്ട് റംസ് എന്തായാലും കാണാനില്ല. വീട് കാണാതെ പോയി. വീട് കാണുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കേട് നോക്കണം. എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യും നമ്മള്? ഇതേ വേറെ ഏതൊക്കെയോ ബയോമൊക്കെ. അയ്യോ വില്ലേജ് ഔട്ട് പോസ്റ്റ് പോയി. വില്ലേജ് ഔട്ട് പോസ്റ്റ് പോയിട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ല. അവിടെ വില്ലേജ് ഔട്ട് പോസ്റ്റ് കിട്ടി. ഇല്ലേ അതല്ലേ വില്ലേജ് ഔട്ട് പോസ്റ്റ് അല്ലേ അത്? പിന്നെ മാങ്ങാത്തൊലി ആകെ എടുത്തിട്ടുണ്ടല്ലോ. വില്ലേജ് ഔട്ട് പോസ്റ്റ് കിട്ടി. ട്രൂത്ത് ആയിട്ട് പറഞ്ഞാണോ അതോ ചുമ്മാ ഫണ്ണൊക്കെയാണോ? വില്ലേജ് ഔട്ട് പോസ്റ്റ് കിട്ടി. MC പണ്ടേ സീനാണ്. ഭാഗ്യം എംസിനെ കൊണ്ട് അങ്ങനത്തെ ഒരു ഉപകാരം കിട്ടിട്ടല്ലോ. നിന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല. അത് നാട്ടുകാർക്കും അറിയാം, യൂട്യൂബേഴ്സിനും അറിയാം, സബ്സ്ക്രൈബേഴ്സിനും അറിയാം. എടാ എവിടാ വില്ലേജ് ഔട്ട് പോസ്റ്റ്? ഞാൻ നോക്കുമ്പോ നീ കണ്ടം വിടുവാലോ. നോക്ക് ഞാൻ എത്തി വില്ലേജ് ഔട്ട് പോസ്റ്റ്. ഓ നമ്മള് തെറ്റായ ദിശയിൽ നടക്കുമായിരുന്നടാ. ആര്? നമ്മളാ? നീ അങ്ങനെ കൂടെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞാൻ ഇവിടെ ടോർച്ചൊക്കെ വെച്ചോണ്ട് മാത്രം പിന്നെയുമാരൊക്കെ സ്പോണായി. അതാണ് സ്പോണോ. നീ കണ്ടം പിടിച്ചോ? എന്റെ പൊന്നെ 1 2 ഇല്ല 10 അവന്മാരെ കൊന്നിട്ട് വരണം. അല്ലെ നമ്മുടെ വില്ലേജിനൊക്കെ അവൻ തട്ടു. ഇത് പണി തന്നെയാണുള്ളതാണേ. ബൈ ഞാൻ വീട്ടിലെത്താനുള്ള വഴിയിലെത്തിയിട്ടുണ്ടേ. എനിക്കാണെങ്കിൽ ഭയങ്കര ലാഗ്. നീ എന്റെ വീഡിയോ ഇറങ്ങുമ്പോ നോയിക്കോട്ടോ. നീ ഞെട്ടും ലാഗ് കണ്ടു കഴിഞ്ഞാ. ഇവന്മാരൊക്കെ പറന്നു നടക്കും എന്റെ ലാഗ്. മറന്നുപോയ സർവറിലെ വീഡിയോ നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. ഫസ്റ്റ് എപ്പിസോഡ് വെച്ച് ബാക്കി ഇനി അങ്ങോട്ടൊന്നും കാണാൻ പാടില്ല. ഓ ഗൈസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കാണാൻ കഴിയൂ. സെക്കൻഡ് എപ്പിസോഡ് ഒന്നും ഇനി കാണാൻ കഴിയൂല. റൂൾസ് ആർ റൂൾസ് എനിക്ക് പാലിക്കാൻ കഴിയില്ല. അതെന്റെ ബിരുദമാണ് എന്റെ ചാനലിൽ. നീ പാലിച്ച് സബ്സ്ക്രൈബർ എല്ലാരും കൂടെ നിന്നെ എടുത്ത് ഏറി കയറ്റും. ആരുടെ സബ്സ്ക്രൈബേഴ്സ്? എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലല്ലോ. 96 പിന്നെ ഇവനൊക്കെയാ ഇതിന്റെ പിന്നലെ ഒരു ഡ്രീം പോലെ എടുത്ത വെച്ച് നടക്കണല്ലോ. എടാ പില്ലേജർ ഇവിടെ ഇത്ര പില്ലേജർ നിനക്ക് മാത്രമാണ് ഇത്ര മണപ്പ്. ഇത്ര സൂക്കേടെന്ത് നിനക്ക്? ഇവിടെ ഇത്ര അവര് പിന്നാലെ വന്നില്ല. ഇവ മാത്രം പിന്നാലെ വരുവാ. ഉറങ്ങാവോ ബ്രോ?
ഉറങ്ങാൻ ബെഡില്ല, ഞാൻ ബാക്ക് ഇറങ്ങിക്കോളാം, നീ സെറ്റ് ആയിക്കോ. ആ ഉറങ്ങി ബാ. ബൈ ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ രണ്ടാമത്തെ എഫാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എഫാം സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി. ഇതിലും മോനിസിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്തു. ഈ സർവറിൽ വന്നിട്ട് ഒരു ഹെൽപ്പ് പോലും എന്നെ ചെയ്തിട്ടില്ല. ആ പാടി ഞാൻ ഉണ്ടാക്കിയ സാധനത്തെ റീബിൽഡ് ചെയ്തു. ഹെൽപ്പ് എന്താ പറഞ്ഞ, ഹെൽപ്പ് ചെയ്തില്ലെന്ന്. ഇത് നോക്ക്, ധീര 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 ധീര, ഇത് നോക്കാ, ധീര ധീര വഴി നോക്കല്ലേ എന്ന് എന്റെ അടുത്ത് ഒരാള് പറഞ്ഞിട്ടുണ്ട്. വഴി, ഡിസൈൻ, ആവശ്യമുള്ള ബ്ലോക്ക്, ധീര ധീര. ഞാൻ ഉണ്ടാക്കിയ പുറത്ത് നീ ഡിസൈൻ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞ. ഇവിടെ വഴി നോക്കണ, വഴി എത്ര കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്യാൻ ഡ്രീമിന് പോയിട്ട് ശ്രുതിക്ക് പോലും പറ്റൂല. സുധീനെ അപമാനിച്ചു. സുധീരെ ഫാൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് വന്ന് സബും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. ഇത് കേട്ടെങ്കിൽ സബ് അവൻ സ്റ്റോറി അറിയില്ലേ. സെറ്റ്. ഇനി നമുക്ക് സബ് ചെയ്യില്ലേ, അവൻ ചുമ്മാ കളിയാക്കി പറഞ്ഞതാണ്. നമ്മുടെ സുധീനെക്കാട് നല്ല ബിൽഡ് ചെയ്ത് അറിയാലോ. ഇവനൊക്കെ കഴിവില്ലാത്തവൻ, ഇതേ കഴിയും ഇവനൊക്കെ. ക്യാരക്ടറിന് ഇവിടെ ലൈറ്റൊക്കെ വെച്ചൊരു ബെഗാ ബിൽഡ് തന്നെ ഇതന്നെ. ഒന്നും ചെയ്യത്തൂല, ചെയ്യുന്നവരെ കുറ്റം പോയി. എമറാൾഡ് ട്രേഡ് ചെയ്ത ഈ ഒരു എപ്പിസോഡിൽ തന്നെ അയണാക്സ് ഉണ്ടാക്കട്ടെ. അയണാക്സും പോട്ടെ, ഡയമണ്ട് ആക്സ് എന്തൊക്കെയൊക്കെയാണോ വിളിച്ചു പറയുന്നത്. എന്നെ പോലെ മോനസിന് വട്ടായി. അപ്പൊ നിനക്ക് വട്ടാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? അയ്യോ മാറിപ്പോയി. മോനസിന്റെ വട്ട എനിക്ക് പടർന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവൻ എഫിഷ്യൻസി 2 തരും. ഇവൻ എന്നാ തരും? ഇവൻ എഫിഷ്യൻസി 3 എങ്ങാണ്ട് തരില്ലേ? റൈഡ് നടത്തിയാലോ ബ്രോ? ഇവൻ എഫിഷ്യൻസി 2 അല്ലല്ലോ, ഇവിടെ ഏതൊരുത്തൻ എഫിഷ്യൻസി 3 എങ്ങാണ്ട് തരുന്നു. എടാ റൈഡ് നടത്തിയാലാ? വെയിറ്റ് ചെയ്യ്. ഡയമണ്ട് ആർമർ ആയിട്ട് പോരെ ഗൈസ്? ഇവൻ തന്നെ എഫിഷ്യൻസി 3. നിങ്ങൾ നാളെ വരുമ്പോ ഞാൻ പറഞ്ഞിട്ടോ, അടുത്ത പഴംപൊരി എപ്പിസോഡ് നിങ്ങൾ വരുമ്പോതേ ഇവിടെ ഫുള്ള് വില്ലേജർ ആയിരിക്കും. അത് നയൻട്രേഡ് വില്ലേജസ് ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കും. ഫാർമർ അപ്പുറത്തും കാണും. അതായത് ഇവിടെ ഫാർമറും ഇതൊക്കെ ബിൽഡ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കും. ഇവിടെ നമ്മുടെ മറ്റേ ആ ഡയമണ്ട് ആർമറും എല്ലാം ഞാൻ സെറ്റ് ആക്കി എടുക്കും നാളെ തന്നെ. പിന്നെ അല്ല, നമ്മള് ചുമ്മാ സീനല്ലേ ഗൈസ്. അപ്പൊ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ചോദിക്കാൻ വന്നത് നീ പറഞ്ഞില്ല, നീ എന്നെ സഹായിക്കുവോ? പിന്നെ അല്ല മച്ചാനെ, നമ്മള് മച്ചാനെ തന്നെ അടിക്കുന്നു. അയ്യോ, ഞാൻ ഈ സർവർ നിർത്തി, ഞാൻ പോവോ, വേറെ ആരെയും ഈ സർവർ കയറിക്കോ. ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ. മനുഷ്യനെ കാക്ക മലന്ന് പറക്കുന്നു. MC ഗെയിമർ കുളിച്ചു. യെസ്, കാക്ക മലന്ന് പറഞ്ഞു. MC ഗെയിമർ ഫൈനലി കുളിച്ചിരിക്കാണ് വർഷങ്ങൾക്ക് ശേഷം. ഇപ്പൊ MC ഗെയിമറെ കൊല്ലാൻ വരും. സോ എല്ലാരും സബ്സ്ക്രൈബ് പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. അൽഹംദുലില്ലാ, ഹൈർ പഠിക്കുന്ന ഒടുക്കത്തെ മോളാണ്. എന്നാ